കോഴിക്കോട് ബേപ്പൂരിൽ സഹപാഠിയുടെ 36 പവൻ സ്വർണം കവർന്ന കേസിൽ പിടിയിലായ പ്രതിയെ നാട്ടിലെത്തിച്ചു. ആന്ധ്ര വിജയവാഡ സ്വദേശി തോട്ടബാനു സൗജന്യയെ മുംബൈയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 2 തവണയായാണ് ഇവർ ആഭരണങ്ങൾ മോഷ്ടിച്ചത്. 27 പവൻ സ്വർണം ബംഗളൂരുവിലെയും വിജയവാഡയിലെയും ബാങ്കുകളിൽ പണയം വെച്ചതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചു. പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ട ബേപ്പൂർ സ്വദേശിനിയും അറസ്റ്റിലായ വിജയവാഡ സ്വദേശിനി സൗജന്യയും ബംഗളൂരുവിൽ സഹപാഠികളായിരുന്നു. പഠനാവശ്യങ്ങൾക്കായി സൗജന്യ ബേപ്പൂരിലെ വീട്ടിലെത്തിയ സമയങ്ങളിലായിരുന്നു മോഷണങ്ങൾ. 3 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ ബേപ്പൂർ പോലീസും ക്രൈം സ്ക്വാഡും ചേർന്ന് മുംബൈയിൽ നിന്ന് പിടികൂടിയത്. പഠനാവശ്യങ്ങൾക്കായി ബേപ്പൂരിലെത്തിയ സൗജന്യ ജൂലൈ 19-നാണ് വീട്ടിൽ നിന്ന് മടങ്ങിയത്. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് വീട്ടുകാർ തിരിച്ചറിയുന്നത് ദിവസങ്ങൾക്ക് ശേഷം. വീട്ടിൽ സ്ഥിരമോഷ്ടാക്കൾ കയറിയതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും കാണാത്തതിനാൽ വീട്ടിൽ വന്നുപോയവരിലായി സംശയങ്ങൾ. മറ്റാര്? മോഷണത്തിന് പിന്നിൽ സൗജന്യ തന്നെയെന്ന് ഉറപ്പായി. മോഷണശേഷം ബംഗളൂരുവിലെ കോളേജിൽ തിരിച്ചെത്തിയ സൗജന്യ സേനയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് പഠനം ഉപേക്ഷിച്ചു പോയി. സ്വർണം പണയപ്പെടുത്തിയ പണവുമായി ടാൻസാനിയയിൽ സുഹൃത്തിനെ കാണുന്നതിനാണ് യഥാർത്ഥത്തിൽ സൗജന്യ പോയത്. ദിവസങ്ങൾക്കിപ്പുറം തിരിച്ചെത്തി ഗുജറാത്തിൽ സഹോദരിക്കൊപ്പം താമസിച്ചു. ഓഗസ്റ്റ് മാസമാണ് ഇവരെന്തോ ആവശ്യത്തിന് ഈ അലമാര തുറന്ന് നോക്കിയപ്പോൾ സ്വർണം കാണുന്നില്ല എന്ന് വന്നതും പിന്നെ അവർ രഹസ്യമായിട്ട് ഒരു അന്വേഷണം നടത്തി. കാരണം ഇത് കള്ളന്മാരാരും വന്ന് പൊളിച്ചു പോയി അങ്ങനത്തുള്ളതൊന്നുമില്ല. അപ്പോൾ അവർ രഹസ്യമായിട്ട് അന്വേഷണം നടത്തിയിട്ട് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് പോലീസിൽ അറിയിക്കുകയും പോലീസ് ഇത് ആദ്യമൊന്നും ഇത് പുറത്ത് വിടാതെ ആ വീട്ടിൽ ഇതിനു മുമ്പ് ഈ 2 മാസ കാലയളവിൽ വന്നവരെക്കുറിച്ചുമൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് അന്വേഷിക്കുകയും അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് മറ്റ് പ്രതിക്ക് ഇതിനകത്ത് നല്ല റോളുണ്ടെന്ന് മനസ്സിലായി. അത് പ്രകാരം ഈ കുട്ടിയുടെ CDR അതുപോലെ ഇതിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ അതിൽ രഹസ്യമായി നമ്മൾ വിജയവാഡയിലും മറ്റും പോയി എടുത്ത് ഇത് എവിടേക്കാണ് ഏത് ജ്വല്ലറിയിലാണ് പോയിട്ടുള്ളത് അതിൻ്റെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമായിരുന്നു ഇന്നലെ ഈ കുട്ടിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 27 പവൻ സ്വർണം ബംഗളൂരുവിലെയും വിജയവാഡയിലെയും ബാങ്കുകളിൽ പണയം വെച്ചതിൻ്റെ രേഖകൾ പോലീസിന് ലഭിച്ചു. സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.